കഥയുടെ തുടക്കത്തിൽ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സോസിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നതും അവളുടെ മകൻ ഹാൻ അമ്മയെ കണ്ണു തുറന്നോ എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചു. ആരാണ് നീ? എന്തിനാണ് എന്നെ അമ്മ എന്ന് വിളിക്കുന്നതെന്ന് സംശയത്തോടെ സൂസി ചോദിക്കുന്നു. അപ്പോഴാണ് സൂസിയെ പരിശോധിക്കാൻ ഡോക്ടർമാർ എത്തുന്നത്. ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ രോഗി ഉണരുന്നത് കാണുന്നതെന്ന് ഡോക്ടർ പറയുമ്പോൾ മകനായ ഹാന് അതീവ സന്തോഷമായി. ഡോക്ടർ പോയതിനു ശേഷം സൂസി ഹാനോട് ദേഷ്യപ്പെട്ട്, നീ ആരാണ്? എന്നെന്തിനാണ് അമ്മയെന്ന് വിളിച്ച് അപമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹാൻ അമ്മയുടെ ബോധം വീണ്ടെടുത്തതിൽ വളരെ സന്തോഷവനായി. സൂസിനെ, അതായത് അവൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഒരു സുന്ദരനായ പുരുഷൻ തന്നെ കെട്ടിപ്പിടിച്ചതിൽ അവൾ തള്ളിമാറ്റുമ്പോൾ അവൾ അവനോട്, നിന്റെ ഇത്തരം തമാശകൾ എനിക്ക് ഒട്ടും ഇഷ്ടമാവില്ല. നീ ആരാണ്? ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇവിടെ എന്നെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ചോദിച്ചതും, എന്തിനാണ് എന്നോടിങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ അമ്മയല്ലാണ്ട് ഞാൻ നിങ്ങളെ പിന്നെ എന്ത് പറഞ്ഞു വിളിക്കും എന്ന് പറയുമ്പോൾ സത്യത്തിൽ സൂസി 35 വർഷം ഇവിടെ അബോധാവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോഴും സൂസിയെ കണ്ടാൽ 18 വയസ്സുള്ള പെൺകുട്ടിയെ പോലെയാണ്. സത്യാവസ്ഥ മനസ്സിലാക്കിയ സൂസിക്ക് പെട്ടെന്ന് തലവേദന വരികയും പഴയ ഓർമ്മകളെല്ലാം വീണ്ടെടുത്ത് വന്നുകൊണ്ടിരുന്നു. രക്തസമ്മർദ്ദം ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ അതിനെക്കുറിച്ച് അവളോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്കിടയിൽ അബോധക്ഷയം സംഭവിച്ചേക്കാം. എന്നാൽ ഇത് പുരോഗമിച്ചാൽ കൂടുതൽ വഷളാകുകയുള്ളൂ. ഒരു പക്ഷേ അബോധാവസ്ഥ വരെ വന്നേക്കാം. അത് മാസങ്ങളോ 10 വർഷത്തിൽ കൂടുതലോ നീണ്ടു നിൽക്കും. അവയവങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കും, പക്ഷെ ശരീരം പൂർണ്ണമായി കോമയിലേക്ക് പോകും. എന്നാൽ ആ അവസ്ഥയിൽ അവൾക്ക് ഭാവിയിൽ ഗർഭിണിയാകാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും കഴിയും. ഇപ്പോൾ പ്രസന്റിൽ അവളുടെ മകനാണ് ഹാൻ. ഇവൾക്കും ഇപ്പോഴും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല, ഇത്രയും വലിയ മകനൊന്ന്. ശേഷം ഹാൻ അമ്മയെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. സൂസി വലിയ കെട്ടിടങ്ങളെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം അവളുടെ അക്കാലത്ത് ഇത്ര വലിയ ബിൽഡിംഗ് പോലും അന്നുണ്ടായിരുന്നില്ല. പുതിയ ലോകത്തെക്കുറിച്ചുള്ള എല്ലാം ഹാൻ അമ്മയോട് പറയുമ്പോൾ, തനിക്ക് പോകാൻ ഒരു വീടുമില്ലല്ലോ എന്ന് പറഞ്ഞ് സൂസി കരയുമ്പോൾ, ഞാൻ നിങ്ങളുടെ മകനല്ലേ, എൻ്റെ വീട് നിങ്ങളുടേതാണ്. എന്തായാലും നമ്മൾ ഇവിടെ ഒരുമിച്ച് താമസിക്കുമെന്ന് പറഞ്ഞ് ഹാൻ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. എന്നാൽ സിറ്റിയിലെ ഓരോ മാറ്റം കണ്ട് സൂസി വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി മകൻ്റെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ കാണുമ്പോൾ സൂസി തൻ്റെ മകൻ ഇത്ര ഭാഗ്യവതിയായി സന്തോഷിച്ചു. തനിക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചതല്ലേ, അത് മകളായിരിക്കുമോ മകനായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നു. അപ്പോഴേക്കും ഒരു ലേഡി വന്ന് സൂസിയുടെ മുന്നിലിരിക്കുന്നു. അത് കണ്ട് സൂസി അവളോട് സീറ്റ് മാറി ഇരിക്കാനായി ആവശ്യപ്പെട്ടു. അവളാണെങ്കിൽ സൂസി മാറണമെങ്കിൽ മാറട്ടെ എന്ന് കരുതി കുറച്ച് ക്യാഷ് സൂസിക്ക് കൊടുത്തു. സൂസി അത് നിരസിച്ചെങ്കിലും അവൾ എഴുന്നേൽക്കുന്നില്ല. കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന അഹംഭാവത്തിൽ അവൾ അവിടെ തന്നെ ഇരുന്നു. അവളുടെ അഹങ്കാരം കണ്ട് സൂസിക്ക് ദേഷ്യം വരികയും, നിങ്ങളെപ്പോലുള്ള ഒരു അഹങ്കാരി എന്ന് പറഞ്ഞ് സൂസി അവളുമായി ശാരീരിക പോരാട്ടം തന്നെ നടത്തി. അപ്പോഴേക്കും ഹാനയോടെത്തി, ഞങ്ങളിവിടെ തടയാൻ നീ ആരാണ്? ഹാനെ കണ്ടതും ഇവൾ, നിങ്ങൾക്ക് കണ്ടൂടെ, നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. ഇവരാണ് എൻ്റെ മെക്കത്ത് കയറിയത് എന്ന് പറയുമ്പോൾ ആ ഹോട്ടലിലെ മാനേജർ വന്ന് ഹാനോട് ക്ഷമ നടത്തി. അയാൾ അവനോട് ക്ഷമ പറയുന്നത് കണ്ട് ഇവളും ഷോക്കായി. സോ ഹാൻ പോലീസിനെ വിളിച്ച് ഇവിടുത്തെ CCTV കാണിച്ച് ആരാണ് തെറ്റുകാരി എന്ന് കണ്ടെത്തി പോലീസിൽ ഏൽപ്പിക്കാനായി പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യണമോ അതെല്ലാം പോലീസ് നോക്കിക്കോളും. ശേഷം ഹാൻ അമ്മയെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. വീട് കണ്ടതും സൂസി സ്തംഭിച്ചു പോയി. ഈ വീട് നിന്റെ തന്നെയാണോ എന്ന് ഹാനോട് പറയുമ്പോൾ, ഈ വീട് നമ്മളുടേതാണ്. അത് കേട്ടത് സൂസിക്ക് അതിയായ സന്തോഷമാവുകയും വീടിൻ്റെ ഓരോ കോണിലും പരിശോധിച്ച് ഭംഗിയാസ്വദിച്ചു. തൻ്റെ മകൻ ഒരു കോടീശ്വരനായതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവിടുത്തെ നാനി വന്ന് അവരെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഹാൻ്റെ അമ്മയാണെന്നറിയാതെ നാനി സൂസിയോട് അവൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിച്ചു. അവൾ യൂണിവേഴ്സിറ്റിയിലാണെന്ന് ബിരുദം നേടാൻ പോവുകയാണെന്ന് തമാശയ്ക്ക് പറയുമ്പോൾ നാനി കരുതും ഇത് സാറിൻ്റെ കാമുകി എങ്ങാനാണെന്ന് തെറ്റായി ധരിക്കുന്നു. അപ്പോഴാണ് ഹാൻ വന്ന് സൂസിയെ അമ്മയെന്ന് വിളിച്ചത്. അത് കേട്ട് നാനി കണ്ണുകൾ വിടർന്നു. അമ്മേ, ഞാൻ നിങ്ങളുടെ കിടപ്പുമുറി തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാമെന്ന് പറയുന്നു. അതേസമയം നാനി അവരെ തെറ്റായി ചിന്തിച്ചതിന് ക്ഷമ പറഞ്ഞ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വ്യത്യസ്തമായ ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് ഞാൻ കരുതി. ഹാൻ്റെ അമ്മ ഒരു വീട്ടിൽ തിരിച്ചെത്തിയവർക്ക് അവർക്ക് സന്തോഷമായി.
അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം ടി വി കാണാനായി ഇരിക്കുമ്പോൾ ചാനലുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഹാൻ വരികയും സോസി ഹാനോട് അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ അച്ഛന്റെ പേര് ലൂഫാൻ എന്നാണ്. അവന്റെ അച്ഛൻ എവിടെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായി. ഞങ്ങളുടെ കാലത്ത് നിന്റെ അച്ഛൻ എത്ര സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ പണിതു കൊടുത്തു നിങ്ങൾക്കറിയാമോ? നിന്റെ അച്ഛൻ ഒരു കോടീശ്വരനായിരുന്നു എന്നൊക്കെ അച്ഛനെ പുകഴ്ത്തി പറയുമ്പോൾ ഹാൻ അമ്മ നോക്കൂ, ഇപ്പോൾ അച്ഛനെ മറന്നേക്കൂ, ഞാൻ ഇവിടെയുണ്ട്, ഞാനും ഇവിടെ ഒരു കോടീശ്വരനാണ്, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് നിറവേറ്റാൻ കഴിയും. അപ്പോഴാണ് സോസിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഹാന്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചെന്ന്. താൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒരു അതിഥിയാണെന്നും കുറച്ചു കാലം കഴിയുമ്പോൾ സൂസിക്ക് ഈ കുടുംബം വിട്ടേണ്ടി പോകും വരും എന്നൊരു ചിന്തപ്പാട് ഒരുങ്ങുന്നു. സൂസിക്ക് വിഷമമാവുകയാണ്. ശേഷം ഹാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി ഫോൺ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ സൂസി ഭയങ്കര കരച്ചിലായിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന നടൻ 20 വർഷം മുന്നേ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. പോരാത്തിനു വേറൊരു ഇഷ്ടപ്പെട്ട നടൻ വിവാഹിതയായെന്നും എനിക്ക് അവന് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അമ്മയുടെ ആരാധന മൂലം വിവാഹം കഴിക്കാൻ തന്നെ ആലോചിച്ചു. ഇപ്പോൾ അയാൾക്ക് 2 കുട്ടികളായി. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുമ്പോൾ ഹാൻ അമ്മയെ രാത്രി മുഴുവൻ ഫോൺ തുറച്ചു നോക്കിയത് കാരണം കണ്ണുകളിലെ നോട്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാകും വിശ്രമം ആവശ്യമാണ്. അതിനിടയിൽ സൂസി അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ലൂഫാൻ എപ്പോഴാണ് വരുന്നത്? ഹാൻ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വീണ്ടും കരയാനെ തുടങ്ങി. മുഖം കാണാൻ കൊള്ളില്ല, നിന്റെ അച്ഛൻ കാണാൻ വരുന്നതല്ലേ, നല്ല രീതിയിൽ സുന്ദരിയായിട്ട് നിൽക്കണ്ടേ എന്ന് പറയുമ്പോൾ ശേഷം അച്ഛൻ വരുന്ന സന്തോഷത്തിൽ സൂസി ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി കണ്ണാടി നോക്കുമ്പോൾ ഇത്രയും ചെറുപ്രായത്തിൽ തനിക്കൊരു സുന്ദരനായ മകൻ ജനിച്ചതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സൂസി ലൂഫാനെ കാണുകയാണ്. എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വരാത്തെന്ന് ചോദിക്കുമ്പോൾ കോളേജ് ജീവിതം കഴിഞ്ഞപ്പോൾ ഓഫീസ് ജീവിതമായിരുന്നു. ഈ ഓഫീസ് ജീവിതം ക്രമേണ ഒരു ബിസിനസ് ജീവിതമായി മാറി. കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം എൻ്റെ മേലായിരുന്നു. കുടുംബാസൂത്രണത്തിലും വിവാഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഹാൻ ജനിച്ച മുതൽ ഞാൻ ഇവിടെ ബിസിനസ്സിൽ വളരെ തിരക്കിലായിരുന്നു. ഹാൻ അതുകൊണ്ടാണ് അവൻ ഇത്രയും ദയുള്ള ഒരു വ്യക്തിയായി മാറിയത്. നീ ഇത്രയും സന്തോഷവതിയായി കാണുന്നത് എനിക്ക് വളരെ സന്തോഷകരമാണ്. പക്ഷേ എനിക്ക് നിന്നിൽ നിന്നൊരു വാഗ്ദാനം വേണം. ഒരമ്മ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രായമാണ് നിൻ്റേത്. ഇപ്പോൾ നീ ഹാനിനൊപ്പം താമസിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കണം. വേണമെങ്കിൽ മുടങ്ങിപ്പോയ പഠിത്തം പോലും പൂർത്തിയാക്കണം. പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. എന്നാൽ അതൊക്കെ കേട്ടിട്ട് സൂസിക്ക് അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീരുമാനിക്കുന്നു. ശേഷം സൂസി അവളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കി വരികയാണ്. കുട്ടിക്കാലം മുതലേ സൂസിയുടെ അമ്മ ഒരിക്കലും സൂസിയെ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ല. ആ ഒരു ഇതിൽ ഹാന്റെയും ലൂഫാന്റെ കാര്യത്തിൽ അവൾ അതേ കാര്യം ചെയ്യാൻ താല്പര്യം പഠിക്കുന്നില്ല. രാത്രിയായതും ഹാൻ അവന്റെ സുഹൃത്തുമായി കോളിലായിരിക്കും. അപ്പോൾ അമ്മ അവിടേക്ക് വന്ന് എനിക്ക് അകത്തേക്ക് വരാമോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. സൂസിയുടെ ശബ്ദം കേട്ട് ഹാന്റെ സുഹൃത്ത് ചിരിക്കാൻ തുടങ്ങി. കാരണം അമ്മയുടെ സൗണ്ട് ഇപ്പോൾ ചെറുപ്പക്കാരുടെ സൗണ്ട് പോലെയാണല്ലോ. അതിനാൽ ഹാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി. സൂസി വന്നത് ചാച്ചീബിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി. അതിൽ ഹാനെ ആഡ് ചെയ്യാനായിട്ടാണ് വന്നത്. കൂടാതെ ഹാന്റെ ഫ്രണ്ടിനെയും ചേർത്തു. അമ്മയുടെ എക്സൈറ്റ് കണ്ട് ഹാൻ ഒരുപാട് സന്തോഷമായി. സൂസി പോയി കിടന്നുറങ്ങുന്നതിന് പകരം ഫോണിൽ ചാറ്റിംഗ് ആയിരിക്കും. ഹാൻ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും മനോഹരമായ സ്റ്റിക്കറുകൾ അയച്ചുകൊണ്ട് അമ്മ കിടന്നുറങ്ങി. ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിനാൽ അമ്മ ഹാനോട് മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കിക്കോട്ടെ, അമ്മ പുതിയ തുടക്കത്തിന് ഇറങ്ങുകയാണെന്ന് കേട്ടപ്പോൾ ഹാൻ ഒരുപാട് സന്തോഷമാവുകയും പക്ഷേ അമ്മയ്ക്ക് വളരെ പ്രായമായി കഴിഞ്ഞതിനാൽ കിട്ടുമോ എന്നുള്ള സംശയമാണ്. എന്നിരുന്നാലും ഹാൻ അതോർത്ത് വിഷമിക്കേണ്ട, അഡ്മിഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞു. അന്നേരം അമ്മ രണ്ടാമത്തെ മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹാൻ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും സൂസിക്ക് പ്രവേശനത്തിൻ്റെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രവേശനം നടത്തുന്നതിന് മുന്നേ കോളേജിൽ പ്രവേശന പരീക്ഷ എഴുതണം. അതിൽ പാസ്സായാൽ കോളേജിൽ പ്രവേശനം കിട്ടും എന്ന് പറയുന്നു. പരീക്ഷ എന്ന് കേട്ടതും അമ്മ ഒന്ന് പേടിച്ചു പോയി. ഇനി എപ്പോൾ പഠിച്ച് പാസ്സാകാനാ എന്ന് പറയുമ്പോൾ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച ടീച്ചറെ നിയമിക്കാം. പ്രവേശന പരീക്ഷ പാസ്സാകണം. ആ കോഴ്സ് അമ്മ എന്തായാലും പഠിക്കണമെന്ന് പറയുമ്പോൾ തൻ്റെ മകൾ തനിക്ക് വേണ്ടി ഒരു അധ്യാപകനെ സംഘടിപ്പിച്ചു തരുന്നതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് പഠിക്കാനുള്ള ഐറ്റംസ് വാങ്ങാനായി മാളിൽ പോകുമ്പോൾ അവിടെ ഫേമസ് ആയ നടി യൂറി വരുന്നു. യൂറി താഴെ നിന്ന് മുകളിൽ നോക്കുമ്പോൾ സൂസി ഹാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയുമോ എന്ന്. ഹാൻ പറയുന്നു, ഇല്ല, നമ്മുടെ കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഹാൻ്റെ വാക്കുകളിൽ നിന്ന് അമ്മയ്ക്ക് ഒരു കാര്യം പിടുത്തു കിട്ടി, അവർക്ക് പരസ്പരം തീർച്ചയായും അറിയാമെന്ന്. യൂറി വേഗം ഹാനെ കണ്ടത് പാർക്കിംഗ് സ്ഥലത്ത് പോയി കണ്ടുമുട്ടുന്നു. ഹാൻ്റെ കൂടെ ഉള്ളത് അമ്മയാണെന്നറിയാതെ യൂറി ആരാണ് അടുത്തിരിക്കുന്ന ആ സ്ത്രീ
സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അടുത്ത തവണയെങ്കിലും എന്നെ കാണുമ്പോൾ എൻ്റെ മുഴുവൻ പേര് വിളിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. അമ്മയ്ക്ക് ഏതാണ്ട് പിടികിട്ടി. ശേഷം യൂറി സൂസിയെക്കുറിച്ച് അന്വേഷിക്കാനായി അവളുടെ സഹായോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം അമ്മ ഫോൺ നോക്കുമ്പോൾ ന്യൂസിൽ നടി യൂറിനും ഹാനും അവർ പാർക്കിംഗ് സ്ഥലത്ത് കണ്ടുമുട്ടിയ ഫോട്ടോ ഇട്ടിരിക്കുന്ന ന്യൂസ്. എന്നാൽ അതിൽ എഴുതിയിരിക്കുന്ന വാർത്തകളെല്ലാം ഫേക്കാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ആ സമയത്ത് തന്നെ ഹാനിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു. ഞാൻ PRTയുമായി സംസാരിച്ചു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും റെഡിയായി. അമ്മയ്ക്ക് പഠിക്കാനുള്ളതെല്ലാം ഓക്കെ എന്നറിഞ്ഞപ്പോൾ സൂസിക്ക് അതിയായി സന്തോഷമാവുകയും പഠിക്കാനായി തുടങ്ങി. ഇവിടെ ഹാന്റെ കമ്പനിയിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറങ്ങി. അതിൽ ഹാനും നടിയും തമ്മിൽ വ്യക്തിപരമായ ഒരു ബന്ധമില്ല. ഒരു കാലത്ത് അവർ ഇവിടെ വെറും ബിസിനസ് പങ്കാളികൾ മാത്രമായിരുന്നു. അതിൽ കൂടുതലൊന്നുമില്ല. അതിനാൽ എല്ലാവരോടും തെറ്റിദ്ധാരണ പരിഹരിക്കപ്പെടുന്നു. അതേസമയം ഹാൻ അവൻ്റെ സുഹൃത്തിനൊപ്പം ഒരു ലേലത്തിൽ പങ്കെടുക്കാനായി പോയി. ആ ലേലത്തിൽ കൂടുതൽ സ്ത്രീകളായിരിക്കും. കാരണം സ്ത്രീകളുടെ സാധനങ്ങളായിരിക്കും ലേലത്തിൽ വെക്കുക. അപ്പോൾ ഫ്രണ്ട് ഹാനോട് യൂറിയെ നിനക്ക് ശരിക്കും ഇഷ്ടമാണോ എന്ന സംശയത്തോട് ചോദിച്ചു. കാരണം ഇതുവരെ ഒരു സ്ത്രീക്ക് വേണ്ടി അവ വാങ്ങുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ എത്ര വില കൂടിയ വസ്ത്രം വാങ്ങിച്ചതിൽ പിന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് ഫ്രണ്ടിന് സംശയം വരികയാണ്. ശേഷം മികച്ച നടിക്കുള്ള അവാർഡ് ചടങ്ങ് ദാനമാണ് നടക്കുന്നത്. യൂറിക്ക് അവാർഡ് കൊടുക്കുന്നത് മറ്റാരുമല്ല, ഹാനാണ്. ഹാൻ അവാർഡ് വാങ്ങി ഉടൻ തന്നെ അവൾക്ക് കൈമാറി പോകാൻ തുടങ്ങുമ്പോൾ യൂറി അവനെ തടയാനായി ശ്രമിക്കുമ്പോൾ അവൾ ആശയക്കുഴപ്പത്തിലായി. കാരണം അവൻ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെ സൂസി പരീക്ഷ എഴുതാൻ പോകുന്നു. അമ്മയ്ക്കിപ്പോൾ പേടിയില്ലായിരുന്നു. കോളേജിലെത്തിയപ്പോൾ പേടിയാണെന്ന് പറയുമ്പോൾ ഹാൻ ചിരിച്ച് അമ്മയ്ക്ക് എല്ലാവിധ ആശംസകൾ നേർന്ന് ഒരു പേടിയും കൂടാതെ പരീക്ഷ എഴുത് എന്ന് പറഞ്ഞിട്ട് വിടുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായി. സൂസിയുടെ പ്രിയപ്പെട്ട കോളേജിനെ കുറിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നു. അന്നേരം ഹാൻ കുറച്ച് പൂച്ചെണ്ടുകൾ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഈ കാഴ്ച ആ റിപ്പോർട്ടേഴ്സ് കാണുകയും മിസ്റ്റർ ഹാൻ്റെ ഗേൾഫ്രണ്ടാണെന്ന് കരുതി അവരുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇത് ഫ്രണ്ട് കണ്ട് ഹാനെ വിളിച്ച് ന്യൂസ് കാണാനായി പറഞ്ഞു. അവന് നോക്കുമ്പോൾ അമ്മയെ ചേർത്ത് ന്യൂസുകാർ തെറ്റായ വാർത്തകൾ ഇട്ടിരിക്കുകയാണ്. ഒരു കാമുകി ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞൂടെ എന്ന് കേൾക്കുമ്പോൾ ഹാൻ അവൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ച് ഇത് ആരാണ് ചെയ്തതെന്ന് പറഞ്ഞ് കണ്ടെത്താനായി പറഞ്ഞു. സൂസി ഹാൻ്റെ ഓഫീസിൽ നിന്ന് ഇന്ന് സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുമോ, ഫ്രണ്ടിൻ്റെ കൂടെ പോകാനായി എന്ന് പറയുന്നു. ഹാനുടനെ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ബുക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഫ്രണ്ടും ടിക്കറ്റുമായി ഹാൻ്റെ വീട്ടിലെത്തിയതും അവിടെ ന്യൂസിൽ കണ്ട അതേ പെൺകുട്ടി ഹാൻ്റെ വീട്ടിൽ. ഫ്രണ്ട് കണ്ട് ഷോക്കായി. അമ്മ ഉടനെ മകൻ്റെ കൂട്ടുകാരനല്ലേ എന്നോർത്ത് അവന് ഫുഡെല്ലാം കൊടുക്കുമ്പോൾ അറിയാതെ അവൻ്റെ മേൽ വീഴുന്നു. അത് കണ്ടുവന്ന ഹാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഫ്രണ്ട് വീണ്ടും ഷോക്കായി. സൂസിക്ക് ഹാനോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പോലെ തോന്നുകയും ഹാൻ അവനോട് സത്യങ്ങളെല്ലാം പറയുന്നു. രാത്രിയാകുമ്പോൾ സൂസി ഹാൻ്റെ ഫ്രണ്ടിനോട് ഹാൻ എന്നെ ഇവിടെ അവൻ്റെ അമ്മയായിട്ടാണ് കാണുന്നത്. പക്ഷേ അമ്മയേക്കാൾ അവൻ എന്നെ ഒരു സുഹൃത്തായിട്ട് കാണുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതം അടിപൊളിയാക്കണം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് അമ്മയെ കൂട്ടി ക്ലബിലേക്ക് കൊണ്ടുപോയി ഒരു പ്രത്യേക പാനീയമൊക്കെ അമ്മയ്ക്ക് കൊടുത്ത് കുടിപ്പിക്കാനായി ആവശ്യപ്പെട്ടു. കറക്റ്റ് ടൈമിലായിരിക്കും ഹാൻ അവിടേക്ക് വരിക. എന്നാൽ ഫ്രണ്ടെല്ലാം അമ്മയുടെ തലയിലായിരിക്കും ഇടുന്നത്. അമ്മയുടെ ആണെങ്കിൽ പാതി ബോധം പോയി. ഫ്രണ്ടാണ് ഇതിന് പിന്നിൽ ആയതുകൊണ്ട് ഹാൻ ഫ്രണ്ടിനെതിരെ പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യിക്കുന്നു. പോലീസ് സ്റ്റേഷനിലായിരിക്കും അവൻ. അന്നേരം അവൻ ഹാൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നു രക്ഷിക്കാൻ വരാനായിട്ട്. അതേസമയം ക്ലബിൽ നിന്നുള്ള വീഡിയോകൾ പ്രചരിച്ചു തുടങ്ങി. ഇത് ഹാൻ്റെ പ്രശസ്തിക്ക് കാരണമായേക്കാം. വിവരം പറഞ്ഞ ലൂഫൻ സൂസിയെ കാണാനായി അവിടെ എത്തി. ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധകരിക്കണം, അല്ലെങ്കിൽ ഹാന് തന്നെയാണ് ദോഷമെന്ന് ലൂഫൻ സൂസിയോട് വിശദീകരിക്കുകയാണ്. ശേഷം സൂസിയും ഹാനും കൂടി അമ്മയുടെ പ്രിയപ്പെട്ട കച്ചേരിക്ക് പോകുന്നു. അമ്മ കച്ചേരി നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. ഒടുവിൽ സൂസിയുടെ പ്രവേശന പരീക്ഷ ഫലം പുറത്തു വന്നു. എല്ലാത്തിനും സൂസി പാസ്സായി. പിന്നെ അവർ രണ്ടുപേരും ലൂഫാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ലൂഫാൻ അവരെ വളരെ സ്നേഹത്തോടെ ആയിരിക്കും സ്വാഗതം ചെയ്യുക. ലൂഫാൻ്റെ വീട് കണ്ടതും അമ്മാകെ സ്തംഭിച്ചു പോയി. അപ്പോൾ അവിടെ ലൂഫാൻ്റെ പേഴ്സണൽ ഡോക്ടറും ഹാൻ്റെ ബാല്യകാല സുഹൃത്തും അവിടെ ഉണ്ടായി. അവൾ സൂസിയെ കണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ കാണാനായിട്ട് പ്രത്യേകം വന്നതാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനാണ് എന്ന് പറഞ്ഞ് ഹാനുമായി നിങ്ങൾ ഡേറ്റിങ്ങിലാണോ? നിങ്ങളെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ ധാരാളം ചർച്ച ചെയ്യുന്നു. 10 വർഷം ഞാൻ അവൻ്റെ പുറകെ നടന്നിട്ട് അവൻ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ഇവിടെ ഹാൻ അമ്മയെന്ന് വിളിക്കുമ്പോഴാണ് അവൾ ഞെട്ടുന്നത്. ഇത്രയും പ്രായം കുറഞ്ഞ നിങ്ങളെ എന്തിനാണ് അവൻ അമ്മയെന്ന് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ ഹാൻ തന്റെ മകനാണെന്നുള്ള സത്യം സൂസി അവളോട് പറയുകയാണ്. ശേഷം സൂസി ഫാമിലി ഇവന്റ് പാർട്ടിക്ക് തയ്യാറെടുക്കുകയാണ്.
സൂസിയെ കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഹാൻ്റെ അച്ഛൻ അവൾക്ക് വേണ്ടി ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു പർപ്പിൾ ഡയമണ്ട് മോതിരം നൽകുന്നു. മോതിരം കണ്ടതും നല്ല വിലപിടിപ്പുള്ള മോതിരമാണെന്ന് സൂസിക്ക് മനസ്സിലായി. മകനൊപ്പം ഹാളിലേക്ക് വരുമ്പോൾ കുറേയേറെ ധാരാളം അപരിചിതരായ ആളുകൾ ഹാനെ പറഞ്ഞു വിഷമിക്കേണ്ട, എന്നോടൊപ്പം നിൽക്കൂ. അവർ ഇവരുടെ വരവ് കണ്ട് കാമുകന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഹാൻ്റെ മുത്തശ്ശിയുടെ പാർട്ടിക്കായിരിക്കും വന്നത്. ഹാനും അമ്മ മുത്തശ്ശിയെ പരിചയപ്പെടുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, നോക്കൂ, ഞാൻ നിന്നെ ഇവിടെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അത് മറ്റാരുമല്ല, അന്ന് റെസ്റ്റോറൻറ്റിൽ കണ്ട പെൺകുട്ടിയാണ്. സൂസി നടന്നു പോകുമ്പോൾ അവൾ ദേഷ്യത്തോടെ സൂസിയെ നോക്കുന്നു. ശേഷം അവൾ സൂസിയുടെ അടുത്തേക്ക് വന്ന് വളരെ മോശമായിട്ട് പെരുമാറുകയും സൂസിയുടെ ഡ്രസ്സ് കീറിക്കളഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും അവിടേക്ക് വന്ന ലൂഫൻ അവളോട് എന്തും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡ്രസ്സ് കീറിയ കാര്യം അവൾ പറയുകയും, ഞങ്ങളുടെ കൈവശം അധിക ഡിസൈനുള്ള വസ്ത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് അവയിൽ ഏത് വേണമെങ്കിലും ധരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അമ്മ വസ്ത്രമെല്ലാം കഴിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നു. പെട്ടെന്ന് സ്റ്റാഫ് വന്ന് മുത്തശ്ശിയോട് എന്തോ പറഞ്ഞു. മുത്തശ്ശി ദേഷ്യത്തോടെ പോവുകയാണ്. പിന്നാലെ കുടുംബാംഗങ്ങളും പോയി. എന്താണ് പറ്റിയെന്ന് ഹാനും അമ്മയ്ക്കും ഒരു എത്തപ്പെടുത്തില്ല. എന്നാൽ മുകളിൽ നിന്ന് അവൾ ദേഷ്യപ്പെടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായി. എന്തിനാണ് അവരെ സഹായിച്ചതെന്ന് പറഞ്ഞ്. അതിനാൽ അവർ വീട്ടിലേക്ക് പോകുന്നു. എന്നിരുന്നാലും ലൂഫാനെ കാണാനായിട്ട് സൂസി ഹാനില്ലാത്ത സമയത്ത് പുറത്തിറങ്ങുന്നു. കുറച്ചു നേരം ചെലവഴിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ അവളെ വീണ്ടും റോഡരിയിൽ കാണുകയാണ്. അവർക്കിടയിൽ ഒരു വാക്കുതർക്കമുണ്ടാകുകയും ഇനി ലൂഫാനുമായി കാണരുതെന്ന് പറയുമ്പോൾ സൂസി അവൾക്കൊരടി കൊടുത്തിട്ട്, ഇവിടുത്തെ ആളുകൾ നിങ്ങളോട് ക്ഷമിച്ചേക്കാം, പക്ഷേ ഞാൻ അത്തരക്കാരിയല്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്നു. വീട്ടിലെത്തിയതും ഹാൻ താൻ പുറത്തു പോയിട്ടില്ലെന്ന് കണ്ടുപിടിക്കുമെന്ന് കരുതി മുഖത്തെ വേർപ്പെല്ലാം തുടച്ചു നീക്കി. ശേഷം സൂസി കാറിൽ പോകുമ്പോൾ ആ പെൺകുട്ടി സൂസിയോടുള്ള ദേഷ്യം കാരണം സൂസി പോയിരുന്ന കാറ് ആക്സിഡന്റ് ആക്കുകയാണ്. അമ്മയ്ക്ക് പരിക്കേറ്റ് പറ്റിയെന്നറിഞ്ഞ ഹാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ലൂഫാനായിരിക്കും അമ്മയെ നോക്കുക. ഇതിനെല്ലാം പിന്നിൽ അവളാണെന്ന് മനസ്സിലാവുകയും തുടർന്ന് അവളെ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ ആക്സിഡന്റ് മൂലം സൂസിയും ലൂഫാനും കൂടുതൽ അടുപ്പത്തിലായി. അന്നേരം സൂസി, നമുക്കിവിടെ ഒരു കുട്ടി മാത്രമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. ഇവിടെ ഹാൻ്റെ ഓഫീസിൽ ലിയോ എന്ന പയ്യൻ വന്ന്, എൻ്റെ അമ്മയിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ ആരും ശ്രമിക്കരുത്. അത് കേട്ട് ഹാൻ ഞെട്ടിപ്പോയി. ലിയോയുടെ സംസാരത്തിലൂടെ ഹാന് കാര്യം പിടികിട്ടുകയും ഇത് തൻ്റെ അനിയനാണെന്ന് മനസ്സിലാക്കി അവനെ കൂട്ടി അമ്മയെ കാണിക്കാനായി പോകുന്നു. അമ്മയെ കാണിക്കുമ്പോൾ സൂസി തന്നെ ഞെട്ടി. തൻ്റെ മകൻ താൻ ആരാധിക്കുന്ന സിംഗറാണെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് അതിയായ സന്തോഷമാവുകയും തൻ്റെ മകനെ സ്നേഹത്തോടെ അവൾ സ്വീകരിക്കുകയാണ്. ഹാനും ഇളയ സഹോദരനും അച്ഛനും അടങ്ങുന്ന ഈ സന്തോഷ നിമിഷം കാണുമ്പോൾ സൂസിക്ക് വളരെയധികം സന്തോഷമാവുകയും ഈ ഡ്രാമ ഇതോടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.